friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡാൻസ് വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഞാൻ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, ഡാൻസ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് ക്ലാസ് ആണ് ഇന്ന് ചെയ്യുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് അത് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫുട് വർക്ക് എന്നാണ് ചെയ്യുന്നത്. നമ്മള് ലാസ്റ്റ് ക്ലാസ് ചെയ്ത സി വോക്ക് ഉണ്ടല്ലോ, അതിന്റെ ഒരു വേരിയേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. റെഡി അല്ലേ? ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിന്റെ സ്റ്റെപ്പ്, എങ്ങനെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാവാന്നുള്ളത്. എന്നിട്ട് നമുക്ക് ട്യൂട്ടോറിയലിലോട്ട് പോവാം. ഓക്കെ, അപ്പോ 1 2 3 4 ഇതാണ് സംഭവം. ഒന്നും കേട്ടോ, ഒന്നുകൂടെ കണ്ടോ, എന്നിട്ട് ട്യൂട്ടോറിയലിലേക്ക് പോകുള്ളൂ കേട്ടോ. 1 2 3 4 അതിന്റെ ഒരു സൈഡ് വ്യൂ കൂടെ നമുക്ക് നോക്കാം കേട്ടോ. 1 2 3 4 1 2 3 4 ഇതാണ് സംഭവം. ഇനി അതെങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. നമ്മള് ലാസ്റ്റ് പറഞ്ഞ ഫസ്റ്റ് നമ്മളെ മറ്റേ വീഡിയോ പോയി നോക്കണം. ക്ലാസ് ഫസ്റ്റ് എന്ന് പറഞ്ഞ വീഡിയോ പോയി നോക്കണം, എന്നാലേ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പോ കണ്ടോ, ഫസ്റ്റ് നമ്മള് ഒരു കാല് ഫ്രണ്ടിലോട്ട് വെച്ചു, അത് ഹീലില്, ഫ്രണ്ടിൽ വെക്കുന്ന കാല് ഹീലില്, ബാക്കിലത് ടോല് പൊന്തിക്കുക. എന്നിട്ട് കണ്ടോ ഇങ്ങോട്ട് തുറക്കുക. അപ്പൊ രണ്ട് ഒരേ സൈഡിലോട്ട് പോകണം. കണ്ടോ, 1 എന്നിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് കാലിങ്ങോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് സ്വിച്ച് ചെയ്യുക. കണ്ടോ, അപ്പൊ നമ്മൾ ബാക്കിലെ കാല് ഹീലിൽ വന്ന്, ഇല്ല ഫ്രണ്ടിലെ കാല് ഹീലിൽ വന്ന് ബാക്കിലെ കാല് ടോല് പോയി. എന്നിട്ട് നമ്മൾ ഈ സൈഡിലോട്ട് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ദെൻ ഈ കാലെടുത്ത് ഫ്രണ്ടിലോട്ട് വെക്കുമ്പോ ഹീലില്, ബാക്കിലെ കാല് ടോല്, ഇങ്ങോട്ട് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് ഫ്രണ്ടിൽ വെക്കുന്ന കാല് ഹീലില്, ബാക്കിലെ കാല് ടോല്, അത് ഫോളോ ചെയ്താൽ മതി. കണ്ടോ, 1 അപ്പൊ ബാക്കിലെ കാല് ടോല്, ഇങ്ങോട്ട് ഇതാക്കി ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കാലെടുത്തിട്ട് ബാക്കിലെ കാലെടുത്ത് ഫ്രണ്ടിലോട്ട് വെക്കുമ്പോൾ അത് ഹീലിൽ കൊടുക്കുക. അപ്പൊ ബാക്കിലെ കാല് ഓട്ടോമാറ്റിക്കലി ടോല് ഓപ്പൺ ആക്കി ഇങ്ങോട്ട് കൊടുക്കുക. ദെൻ ക്ലോസ് ചെയ്യുക. ഓക്കെ, ഈ കാല് ബാക്കിലെ കാലെടുത്തിട്ട് ഫ്രണ്ടിലോട്ട് വെക്കുമ്പോൾ ഹീലിൽ കൊടുക്കുക, ബാക്കിലെ കാല് ടോല് കൊടുക്കുക, ഇങ്ങോട്ട് കൊടുക്കുക, ഓപ്പൺ ചെയ്യാം. അഗെയിൻ നമ്മൾ ബാക്കിലെ കാല് എടുത്ത് ഫ്രണ്ടിലോട്ട് വെക്കുമ്പോൾ ഹീലിൽ കൊടുക്കുക, ബാക്കിലെ കാല് ടോല് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. അതിന്റെ ഒരു സൈഡ് വ്യൂ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. പറഞ്ഞ പോലെ ഫ്രണ്ടിലെ കാല് ഹീലില്, ബാക്കിലെ കാല് ടോല്, നമ്മള് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്തു. കണ്ടോ, ദെൻ അത് ക്ലോസ് ചെയ്തു. പിന്നെ ഈ ബാക്കിലെ കാല് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് വെക്കുമ്പോൾ ഹീലില്, അപ്പൊ ബാക്കിലെ കാല് ടോല് പൊന്തിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യും. അഗെയിൻ ക്ലോസ് ചെയ്യുക. വീണ്ടും ബാക്കിലെ കാലത്ത് ഫ്രണ്ടിലോട്ട് വെക്കുമ്പോൾ ഹീല്, ബാക്ക് ത്രോ, ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്തു. അഗെയിൻ ഇതാണ് സംഭവം. അത് എങ്ങനെയാന്ന് ചെയ്യുന്നത് ഒന്നുകൂടെ കാണിച്ചു നോക്കണേ. 1 2 3 4 കണ്ടോ, ഇങ്ങനെ ഈ ഒരു നമ്മൾ ആദ്യം സ്റ്റെപ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റൈല് കുറച്ച് ചെറിയൊരു ഇത് കൊടുക്കണം. കണ്ടോ, 1 2 3 4 അങ്ങനെ പോകാം. ഒന്നുകൂടെ റെഡി, 1 2 3 1 2 3 4. ഒന്ന് സൈഡിൽ നിന്നും കാണാം. സംഭവം സിമ്പിൾ ആവും കേട്ടോ, പക്ഷെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും. എന്താ വെച്ചാൽ ഒരു മൈൻഡ് കുറച്ച് പ്രശ്നം വരും. അതായത് നമ്മൾ ഈ ലെഫ്റ്റ് ടോ ഹീല് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് തുറക്കുന്ന വരെ നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആയിപ്പോ, രണ്ടും ഇങ്ങനെ ആയിപ്പോ. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഞാൻ കാണിച്ചു തരാം. റെഡി, 1 2 3 1 2 3 4. ഒന്നുകൂടെ റെഡി, 1 2 3 1 2 3 4. ഒന്നുകൂടെ റെഡി, 1 2 3 1 2 3 4. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ കാലിനെ പൊക്കുക. എന്നിട്ട് നമ്മള് ഇങ്ങനെ ചെയ്യാം. പിന്നെ ഈ കാല് ഇങ്ങനെ എടുത്ത് വെക്കുക, ബാക്കോട്ട്. അഗെയിൻ ഇത് മാറും കേട്ടോ സ്റ്റെപ്പ്. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. കാല് പൊക്കുക, ഡൗൺ ചെയ്യുക, അഗെയിൻ കാല് പൊക്കുക, ചെയ്യാം. അപ്പൊ ഇനി ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മള് ഈ കാല് വന്നല്ലോ, ഈ കാല് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ചവിട്ടുക. കണ്ടോ, ഇങ്ങനെ ചവിട്ടുക. അതായത് ഇങ്ങനെ ചവിട്ടുമ്പോൾ നമ്മൾ ഈ കാല്
ഇങ്ങനെ നീങ്ങല്ലോ നമ്മൾ തപ്പ്, ഇങ്ങനെ നീങ്ങല്ലോ നമ്മൾ. ഇടത്തെ കാലുകൊണ്ട് നമുക്ക് നീങ്ങാം, വലത്തെ കാലുകൊണ്ട് നീങ്ങാം, ഇങ്ങനെ നീങ്ങാൻ പറ്റും നമുക്ക്, ഇങ്ങനെ നീങ്ങാം. ആ സംഭവം നമ്മൾ ഈ കാല് നമ്മൾ പിന്നോക്കം വലിക്കുമ്പോ ഈ കാല് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കിക്ക് ചെയ്യാം. അതാണ് സംഭവം. കാണിച്ചു തരാം. റെഡി റെഡി 1 2 3 1 2 3 4 ഇതാണ് വരുന്നത്. ഒന്നുകൂടെ. അത് നമ്മളിത് ചെയ്ത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകരുത്, ബാക്കോട്ടും പോകരുത്. നമ്മൾ എവിടുന്നാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ ഉണ്ടാവാം. 1 കേട്ടോ. അപ്പൊ ഈ കാല് വലിക്കരുത്. ഈ കാല് പൊക്കുന്ന സമയത്ത് ഈ കാല് പിന്നോക്കം വലിക്കണം. ഒന്നുകൂടെ കാണിച്ചു തരാം. റെഡി 1 2 3 1 2 3 കണ്ടോ 4 5 6 7 8. ഫ്രണ്ട് നിന്ന് കാണുമ്പോ എങ്ങനെ ഉണ്ടാവും നോക്കാം. അതായത് കാല് പൊക്കുന്നു, കിക്ക് ചെയ്യുന്നു, ആ സമയത്ത് ഈ കാല് പിന്നോക്കം വലിക്കുന്നു, പ്ലേസ് ചെയ്യുന്നു, വീണ്ടും ഈ കാല് പൊക്കുന്നു, കിക്ക് ചെയ്യുന്നു. അപ്പൊ അതേ സമയത്ത് ഇത് ബാക്ക് പോണം. ഇവിടെ വെക്കുന്ന സമയത്ത് കേട്ടോ ഇതാണ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ ഒന്നുകൂടെ കാണിച്ചു തരാം. റെഡി 1 2 3 1 സ്വിച്ച് 2 സ്വിച്ച് 3 സ്വിച്ച് 4 സ്വിച്ച്. റെഡി 1 2 3 1 2 3 4. ഇത് ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം. അതിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണിച്ചു തരാം. റെഡി റെഡി 1 2 3 1 2 3 4. ഇതാണ് സംഭവം. ഒന്നുകൂടെ. റെഡി 1 2 3 1 2 3 4. ഓക്കെ. റെഡി 1 2 3 1 2 3 4. നമുക്ക് എങ്ങനെ കൈയൊക്കെ നമുക്ക് എങ്ങനെ കൊടുക്കാം കേട്ടോ. പല ലെവലിൽ കൊടുക്കാം. ഇങ്ങനെ പുഷ് ചെയ്യുന്ന രീതി കൊടുക്കണം. 1 2 3 4 അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. റിവ്യൂ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. നോക്കാല്ല കാണിച്ചു തരാം. നോക്കും, കണ്ടു നോക്കും. റെഡി 1 2 3 1 2 3 4. ഓക്കെ 1 2 3 4. ഒന്നുകൂടെ കാണിക്കാം. റെഡി 1 2 3 1 2 3 4. നമുക്ക് അത് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ കൈയോട് പല ആക്ഷൻ കാണിക്കാം. നമ്മൾ ഷോൾഡർ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അത് കളിക്കാം. റെഡി 1 2 3 1 2 3 4. മനസ്സിലായോ? അപ്പൊ നമ്മൾ കണ്ടല്ലോ ഈ സ്റ്റെപ്സ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ചെയ്യാന് നമ്മളിപ്പോ ഇത് നോക്കി നമുക്ക് സംഭവം എന്താന്നുള്ള ഒരു ഐഡിയ കിട്ടും. പിന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റും കൂടെ തന്നെ. പക്ഷെ നമുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ചെയ്തിട്ട് ഏകദേശം ഒരു സ്റ്റൈലാക്കി മാറ്റണം. എന്റെ അതേ സ്റ്റൈൽ തന്നെ നിങ്ങൾക്ക് വരണമെന്നില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്റ്റൈൽ കണ്ടെത്തണം. അതിനുള്ള ചെറിയൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അത് ജസ്റ്റ് ഫോളോ ചെയ്യാം. എന്നിട്ട് എന്തായാലും ഇപ്പൊ ഒരു സംഭവം നിങ്ങൾ കണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്റ്റൈൽ വരുത്താനാണ് നോക്കേണ്ടത്. അല്ലാതെ എന്റെ സ്റ്റൈൽ ഫോളോ ചെയ്യില്ല വേണ്ടേ. ഞാൻ ജസ്റ്റ് അതിനുള്ള ഒരു ടിപ്സ് പറഞ്ഞുതരും. ആ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റൈൽ കണ്ടെത്തുക. അത് നോക്കാം എങ്ങനെയാണ്. ഈ വെസ്റ്റേൺ സ്റ്റൈൽ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവം ഇപ്പൊ ഞാനൊരു ചെറിയൊരു സാമ്പിള് ഇപ്പൊ കാണിച്ചു തരാൻ പോകുന്നതിൽ അതിന്റെ സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഈ സംഭവം ചെയ്യുന്നുണ്ടല്ലോ 1 2 3 4. ഇതിങ്ങനെ ചെയ്യാം. ഇങ്ങനെ കാലൊന്നും മടക്കാതെ ഇങ്ങനെ 1 2 3 4 ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അതാ പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അത് എനിക്കറിയാന്ന് പറയും. ഒരുപാട് പേര് പറയും എനിക്കറിയാന്ന് പറയും. എന്നിട്ട് അവർ കളിക്കും ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ കളിക്കും. പക്ഷെ നമ്മള് അതിലൊരു സ്റ്റൈല് കൊണ്ടുവരണം. അതാണ് ഏറ്റവും നമ്മളൊരു ആറ്റിറ്റ്യൂഡ് കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ട് വരണം. എന്നാൽ തന്നെ നമുക്ക് ഒരു ഓളം വരണം. എന്നാലേ കളി കാണുമ്പോൾ രസം ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണെന്നുള്ള ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോ ഈ പറഞ്ഞ സംഭവം നമ്മള് ഇപ്പൊ കാല് മുട്ട് കുറച്ച് മടക്കി കണ്ടോ, കുറച്ച് എങ്ങനെ ഫുള്ള് ഇങ്ങനെയല്ല, ചെറിയൊരു നമ്മൾ ഫുൾ ബോഡി സ്റ്റിഫ് ആയി നിൽക്കരുത്. മൊത്തം കൈയൊക്കെ ഒന്ന് ഫുൾ ലൂസ് ആക്കില്ല, ബോഡിക്ക് ഒന്ന് ലൂസാണ്, മൊത്തം ലൂസായി. എന്നിട്ട് നമ്മള് കണ്ടോ 1 2 കണ്ടോ ഒന്നുമില്ല. റെഡി 1 2 3 1 2 3 4. ചെറിയൊരു ബൗൺസ് കൊടുക്കുക കേട്ടോ. നമ്മള് ഇങ്ങനെ ചെയ്യാതെ 1 2 3 4 5 6 7 8 അങ്ങനെ കൊടുക്കാം. ഒന്നുകൂടെ ആൻസർ. റെഡി 1 2 3 1 2 3 4 5 6 7 8 അങ്ങനെ കൊടുക്കാം. ഈ വെസ്റ്റേൺ ഡാൻസിന്റെ ഒരു എന്താ പറയാ അഭിവാജ്യ ഘടകം എന്നൊക്കെ പറഞ്ഞ പോലെ ഏറ്റവും വേണ്ടത് നമ്മളൊരു ആറ്റിറ്റ്യൂഡാണ്. സ്റ്റൈലിഷ് ആയിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ബാക്കി പിന്നെ കുറച്ച് അഡ്വാൻസ് ലെവലിലൊക്കെ പോകുമ്പോൾ നമുക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുകൾ വരുള്ളൂ. അല്ലാണ്ട് തുടക്കത്തിൽ ഇപ്പൊ ഇതെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളത് ആ ഒരു
ഒരു ഓളം ഉണ്ടാക്കി എടുക്കണം. അത് നമുക്ക് അടുത്തേക്ക് പോവാം. അതായത് 1 2 3 4 ഇതായിരുന്നു സംഭവം. അതാണ് അപ്പൊ ആ സ്റ്റെപ്സ് പഠിച്ചോന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ അത് നമ്മൾ സ്റ്റൈലാക്കി എടുക്കാന്നുള്ളതാണ്. 1 2 3 4 നമുക്കാണ് ഇങ്ങനെ കൊടുക്കാം. ഇത് ചെയ്യാം. 1 2 3 4 ഇങ്ങനെ ചെയ്യാം. ഒന്നുകൂടെ കാണിച്ചാൽ റെഡി. 1 2 3 പിന്നെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ചെയ്യാം. കുറച്ചുകൂടെ സ്റ്റിഫ് ആയിട്ട് ചെയ്യാം. കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് 1 2 3 4 അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്ത് സംഭവം നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ബ്രോഡായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്താൽ കാണുന്ന ആൾക്ക് കുറച്ചുകൂടെ ഇമ്പാക്ട് കിട്ടും. ഇതാണ് അടുത്തൊരു സംഭവം. ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്റ്റൈലാക്കി എടുക്കണം. നമ്മളൊരു മിററിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സുകളുടെ മുമ്പിൽ നിന്നിട്ടോ നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവർക്ക് ഇങ്ങനെ മനസ്സിലാവാം കുഴപ്പമില്ല നമുക്ക് മിററാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് നമ്മളെ തന്നെ തിരുത്താൻ പറ്റും. നെക്സ്റ്റ് വേണ്ട എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതായത് സ്റ്റെപ്പ് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ടോയിൽ സ്ലൈഡ് ചെയ്യുക, ഇവിടെ വെക്കുക. ഓക്കെ, ഈ കാലം അങ്ങോട്ട് വെക്കുക, ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യുക, ഇവിടെ വെക്കുക. ഇതാണ് സംഭവം. അത് നമുക്കൊന്നും ചെയ്യാം. ഇത് 1 2 3 4 1 2 3 4 മനസ്സിലായോ? ഒന്നല്ല റെഡി. 1 2 3 1 2 3 4 5 6 7 8 ഇതാണ് സംഭവം. ഇന്നിപ്പോ 5 സ്റ്റെപ്സ് ആണ് കാണിച്ചത്. അത് നമുക്ക് മൊത്തത്തിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. റെഡി 1 2 3 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 again 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ഇന്ന് കാണിച്ച ഡാൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് എല്ലാവർക്കും. അതായത് ഡാൻസിനോട് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ജസ്റ്റ് ഇതിങ്ങനെ നോക്കിയിട്ട് ഫോളോ ചെയ്ത് ചെയ്താൽ എല്ലാവർക്കും പറ്റാവുന്നേ ഉള്ളൂ. ഇപ്പൊ വെറുതെ ഇരിക്കല്ല എല്ലാവരും. അപ്പം ജസ്റ്റ് ചെയ്ത് നോക്ക്. എന്തേലും കാണിച്ചു തന്നതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം. ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ അത് സംഭവം ക്ലിയർ ആക്കുന്നതായിരിക്കും. എന്നാ ശരി. ഡ്രസ് മാറിയില്ലേ? ഡ്രസ് മാറി കഴിഞ്ഞില്ലേ? കോട്ട കൊണ്ട സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. 2 3 4 5 6 7 8 അതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അതിന് സമയമുള്ളൂ.